ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ആരണ്യകാന്ഡം. ത്രൈലോക്യ ചക്രവർത്തി എന്ന് പേരെടുത്ത രാവണൻ എന്തെല്ലാം നീചത്തരങ്ങളാണ് സീതാപ്രാപ്തിക്ക് വേണ്ടി ചെയ്തത്. വിവേകമില്ലെങ്കിൽ എത്ര തന്നെ വലിയ ആളായിട്ടും കാര്യമില്ല. വിചാരവും പ്രവൃത്തിയും വളരെ ദുഷിക്കും. അവ ദുഷിച്ചാലാകട്ടെ ഫലം നാശവുമാണ്. അതിനാൽ തൻ്റെടത്തോടും വിവേകത്തോടും കൂടിയ ജീവിതം തന്നെ എല്ലാറ്റിലും വെച്ച് വലുത്. അതുള്ളവൻ തന്നെ വലിയവൻ. നീചപ്രവൃത്തികളും കൃത്രിമങ്ങളുമകന്ന പുണ്യജീവിതം കൊണ്ടേ ശ്രേയസ്സുണ്ടാവൂ. മറ്റെല്ലാം ദുഃഖത്തിനും ഉപദ്രവത്തിനും നാശമുള്ളതാണ്. ഇങ്ങനെ അവസാനമില്ലാത്ത തത്വരത്നങ്ങളെ നിറച്ചതാണ് പഞ്ചവടിയിലെ കഥാഗോളം. ജടായുവിന് സൽഗതി കൊടുത്തയച്ചതിന് ശേഷം ഭഗവാൻ ലക്ഷ്മണനോടുകൂടി സീതയെയും അന്വേഷിച്ചുകൊണ്ട് തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചും താമസിച്ചും തെക്ക് ഭാഗത്തേക്ക് നടന്ന് ഏതാനും ദിവസങ്ങളെക്കൊണ്ട് പ്രസിദ്ധനായ മദംഗ മഹർഷിയുടെ പുണ്യാശ്രമത്തിൻ്റെ പരിസരത്തെത്തി. മദംഗ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമൊക്കെ മഹാസമാധിയെ പ്രാപിച്ചിട്ട് വളരെ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഗുരുപരമ്പരയിൽ ആരുമില്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു കാട്ടാള സ്ത്രീ മാത്രമുണ്ട്, ശബരി. അവൾ മാത്രമാണിപ്പോൾ ആശ്രമത്തിൽ താമസിച്ച് തപോനുഷ്ഠാനങ്ങളെ നടത്തിവരുന്നത്. ഈ വർത്തമാനം ഭഗവാൻ അറിഞ്ഞോ അറിയാതെയോ ഏതായാലും ശബരി ആശ്രമത്തിലേക്ക് പോയി. പരമ ഭാഗവതോത്തമയായ ശബരിയുടെ ചരിത്രം രസകരമാണ്. അവൾ കേവലം ഒരു കാട്ടാള സ്ത്രീയാണ്. വിദ്യാഭ്യാസം, സത്സംഗം, സദാചാരനിഷ്ഠ എന്നിവയൊന്നും കേട്ടിട്ടേയില്ല. സഹജമായ കാട്ടാളധർമ്മത്തോടെ കാട്ടിൽ മറ്റ് കാട്ടാള ജനങ്ങളും ഒന്നിച്ച് കഴിഞ്ഞു വരുമ്പോഴാണ് യാദൃച്ഛികമായി മദംഗ മഹർഷിയുടെ ആശ്രമത്തെയും അവിടെ താമസിച്ചു വരുന്ന തപസ്വികളെയും അവരുടെ തപോനുഷ്ഠാന സമ്പ്രദായങ്ങളെയും ഒക്കെ നേരിൽ കാണാനും അറിയാനും ഇടയായത്. ഏതോ ഒരു പുണ്യാംശം അവളിൽ ഉണ്ടായിരുന്നതിനാലായിരിക്കണം ആശ്രമത്തിൻ്റെയും തപസ്വികളുടെയും ദർശനത്തിന് തന്നെ ഇടയായത്. ക്രമേണ അതുണർന്ന് വികസിച്ചു. കാലം കൊണ്ട് അവൾക്ക് ആശ്രമവും തപസ്വികളും വളരെ പഥ്യമായി തീർന്നു. അതിനാൽ ആശ്രമത്തിൽ നിത്യവാസവും തപസ്വികളുടെ നിത്യസമ്പർക്കവും കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം വളരാൻ തുടങ്ങി. പക്ഷേ ഒരു കാട്ടാള സ്ത്രീക്ക് തപസ്വികളുടെ പുണ്യാശ്രമത്തിൽ പ്രവേശനം തന്നെ ഇല്ലെന്നിരിക്കെ അവിടെ താമസിക്കാനും മറ്റും എങ്ങനെ സാധിക്കും? പുണ്യവിശേഷത്തിൻ്റെ വികാസത്തിൽ ആ സാധു സ്ത്രീക്ക് സത്സംഗ തൃഷ്ണ വളർന്നു പൊറുക്കാൻ വയ്യാതായി. ദൂരെ നിന്നിട്ടെങ്കിലും തപസ്വികളുമായ ചില സമ്പർക്കം കിട്ടിയാൽ മതിയെന്നായി. പക്ഷേ എങ്ങനെ സാധിക്കാനാണ്? അവളോടുണ്ടോ തപസ്വികൾ മിണ്ടുന്നു? അവർക്കെന്ത് കാര്യം? വിഷമിച്ച് ശബരി ദിവസം പ്രതി നിരാശ കൊണ്ട് തപ്തയാവാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ യുക്തി തോന്നിയത്. സമ്പർക്കമില്ലെങ്കിൽ പോകട്ടെ, തപസ്വികൾക്ക് അവരറിയാതെ തന്നെയെങ്കിലും എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യണമെന്നതാണ് തോന്നിയ പുതിയ യുക്തി. അതനുസരിച്ച് രാത്രിയിൽ അവരുറങ്ങുന്ന സമയത്ത് ആരും അറിയാതെ പുഷ്പം, പഴം, വിറക് തുടങ്ങിയ പദാർത്ഥങ്ങൾ ശേഖരിച്ച് ആശ്രമത്തിൻ്റെ പുരോഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കാനും അവർ നടക്കുന്ന വഴി അടിച്ചു വൃത്തിയാക്കാനും തുടങ്ങി. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതും കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെയാണ് ശബരി മദംഗ മഹർഷിയുടെ മുമ്പിൽ എത്താനിടയായത്. കരുണാമയനായ ഋഷി അവളുടെ ഇംഗീതത്തെ അറിഞ്ഞ് ആശ്രമത്തിൽ താമസിച്ചു കൊള്ളുവാൻ അനുവാദവും കൊടുത്തു. അന്നു മുതൽക്കാണ് ശബരി മദംഗാശ്രമത്തിൽ താമസമായത്. വളരെ ദിവസത്തെ നിരന്തര സത്സംഗം കൊണ്ടും സൽക്കർമാചരണങ്ങളെ കൊണ്ടും സദാചാരനിഷ്ഠമായ ജീവിതം കൊണ്ടും പരിശുദ്ധി വന്ന അവളിൽ ക്രമേണ ഭക്തി, ജ്ഞാനവൈരാഗ്യങ്ങൾ വളരാൻ തുടങ്ങി. കാലം കൊണ്ട് അവളൊരു നല്ല ഭക്തയായ തപസ്വിനിയായി തീർന്നു. പിന്നെയും കാലം നീങ്ങി. അവിടുത്തെ തപസ്വികളൊക്കെ ശരീരം വിട്ട് പരഗതിയെ പ്രാപിച്ചു. ശബരി മാത്രമായി ആശ്രമത്തിൽ. തൻ്റെ നിത്യ തപോനുഷ്ഠാനങ്ങളും അതിഥി ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവൾ ഏകാകിനിയായി ആശ്രമത്തിൽ കഴിഞ്ഞു വരികയാണ്. ആ അവസരത്തിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്.
ഭഗവത് ദർശനോത്സുകയായ ശബരിയും ഭഗവാൻ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു എന്നറിഞ്ഞ ദിവസം മുതൽ ഓരോ ദിവസവും അവിടുത്തെ ദർശനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞു വരികയാണ്. ഓരോ ദിവസവും പ്രഭാതമായാൽ ഇന്ന് ഭഗവാൻ തൻ്റെ ആശ്രമത്തിൽ വരുമെന്ന പ്രതീക്ഷയോടെ ഭഗവാനെ സ്വീകരിക്കാനും സൽക്കരിക്കുവാനും വേണ്ടുന്ന പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി വെച്ചു. അങ്ങനെ വളരെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഭഗവാൻ ശബരിയുടെ ആശ്രമത്തിലെത്തിച്ചേരുന്നത്. ഭഗവാനെ സൽക്കരിക്കാൻ വേണ്ടി ധാരാളം പഴങ്ങളും പുഷ്പങ്ങളും ചില വിശേഷപ്പെട്ട കിഴങ്ങുകളുമൊക്കെ അവൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭഗവത് ദർശനം കൊണ്ട് ചരിതാർത്ഥയായ ശബരി ഭക്തിയോടു കൂടുംവണ്ണം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജ ചെയ്ത് സൽക്കരിച്ചു. ശബരി കേവലം ശാസ്ത്രാഭ്യാസമൊന്നുമില്ലാത്ത പ്രകൃതയാണെങ്കിലും അത്യന്ത ഭക്തയും സംസാരത്തിൽ നിന്ന് നിശ്ശേഷവും വിട്ട് ഈശ്വരധർമ്മത്തിൽ മുഴുകിയവളുമാകയാൽ അവളുടെ എല്ലാ സൽക്കാരങ്ങളെയും ഭഗവാൻ വളരെ ആസ്വദിച്ചു. താൻ കടിച്ച് രുചി നോക്കിയ പഴങ്ങളെപ്പോലും ശബരി ഭഗവാന് നിവേദിച്ചു. താൻ കടിച്ചത് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന കഥ അവൾക്ക് അറിഞ്ഞുകൂടാ. നല്ല മധുരമുള്ള പഴങ്ങളായിരിക്കണം ഭഗവാന് നിവേദിക്കുന്നത് എന്നവൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഏതാണ് മധുരമുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് അവൾ കടിച്ചു നോക്കിയത്. അതിനാൽ അവൾ കടിച്ച് എച്ചിലാക്കിയ പഴങ്ങളിലും ഭഗവാന് അവജ്ഞയുണ്ടായില്ലെന്ന് മാത്രമല്ല, മതിപ്പ് തോന്നി അവയെ സന്തോഷപൂർവ്വം അവിടുന്ന് സ്വീകരിച്ചനുഭവിക്കുകയും ചെയ്തു. ആ ദിവസം മുഴുവൻ ശബരിയുടെ അപേക്ഷാപ്രകാരം ഭഗവാൻ അവിടെ തന്നെ വിശ്രമിച്ച് കഴിച്ചുകൂട്ടി. പല വിഷയങ്ങളെപ്പറ്റിയും ശബരി ഭഗവാനുമായി സംഭാഷണം നടത്തി. കൂട്ടത്തിൽ രസകരമായ ചിലതിനെപ്പറ്റിയും സംഭാഷണം ഉണ്ടായി. ശബരി ചോദിക്കുകയാണ്, ഭഗവാനെ, വിദ്യാഭ്യാസം, കുലമഹിമ, സത്സംഗം, സദാചാരനിഷ്ഠ, തപപ്രൗഢി എന്നിവയ്ക്കുള്ള യോഗ്യന്മാരായവർക്ക് കൂടി അങ്ങയുടെ ദർശനവും സമ്പർക്കവും ദുർലഭമാണല്ലോ. അങ്ങനെയുള്ള മഹാത്മാക്കൾ കൂടി ഒരു നോക്ക് അങ്ങയെ ദർശിക്കുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മിക്കപ്പോഴും അവർക്ക് പോലും സാധിക്കാറില്ല. എന്നിരിക്കെ അതൊന്നുമില്ലാത്ത വെറും പ്രാകൃതയും നീചയുമായ ഇവൾക്ക് എങ്ങനെയാണ് അവിടുത്തെ ദർശനം ഇത്രയും സുലഭമായി തീർന്നത്? അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു. ഈശ്വരപ്രാപ്തിക്ക് സംസാര നിവൃത്തിയും ഈശ്വര പ്രേമവുമാണ് ആവശ്യം. അവ രണ്ടുമുണ്ടാവാനാണ് മറ്റെല്ലാം ചെയ്യുന്നത്. പലതും ചെയ്തിട്ടും പറയപ്പെട്ട 2 ഗുണങ്ങൾ തികഞ്ഞിട്ടില്ലാത്തവരാണ് പലരും. അതുകൊണ്ടാണ് ഈശ്വരൻ അവരിൽ നിന്ന് അകന്നിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ പ്രസ്തുത 2 ഗുണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരനുമായി അടുത്തു കഴിഞ്ഞു. ഇതാണ് കാര്യം. ജന്മാന്തര സുകൃതത്താൽ ഭാഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നിനക്ക് അവ രണ്ടുമുണ്ടായി. അതിനാൽ നീ ഈശ്വരനുമായി അടുത്തു. ഇതാണ് കാര്യം. നീചജന്മം, സ്ത്രീത്വം, പ്രാകൃതത്വം എന്നിവ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണെങ്കിലും സുകൃതാതിരേകത്താൽ അവ തന്നെ നിനക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള ഉപകരണങ്ങളായി. തീവ്രവൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും പരമപ്രേമം കൊണ്ട് ഈശ്വരപ്രാപ്തിയും ഇവ രണ്ടും ഒരേ സമയത്തുണ്ടാവേണ്ടതാണ്. ഒന്നുണ്ടായാൽ രണ്ടും സംഭവിക്കും. അഭ്യസിച്ചുണ്ടാക്കാൻ എളുപ്പം ഭക്തിയാണ്. വേണ്ട പോലെ വളർത്തപ്പെട്ട 9 അഭ്യസ്തോപാധികളിൽ കൂടി ഭഗവത് ഭക്തി വളരെ വേഗത്തിൽ ഉണ്ടായി വളർന്ന് വികസിച്ച് പരിപക്വാവസ്ഥയെ പ്രാപിക്കും. സത്സംഗം, ഈശ്വര കഥാലാപം, ഈശ്വര മഹിമാനുകീർത്തനം, ഭഗവത് തത്വ വ്യാഖ്യാനം, ഈശ്വര ബുദ്ധിയോടെയുള്ള ഗുരുസേവ, യമ നിയമാദ്യാനുഷ്ഠാനം, ഭഗവദ്ദാസ്യ നിഷ്ഠ, മന്ത്രോപാസനം, സജ്ജനങ്ങളിലും സർവജീവികളിലും ഈശ്വര ബുദ്ധി ഹേതുവായിട്ടുണ്ടാവുന്ന ഭേദമായ സാമ്യഭാവം, ശമതമങ്ങളിൽ കൂടെ വിഷയനിവൃത്തി, തത്വവിചാരം ഇവയാണ് പറയപ്പെട്ട 9 ഉപാധികൾ. സ്ത്രീത്വപുംസ്തങ്ങളോ ബാല്യവാർദ്ധക്യങ്ങളോ ജാതി നാമാദികളോ ഒന്നും തന്നെ ഭക്തിക്ക് ബാധകമല്ല. പറയപ്പെട്ട 9 ഉപാധികളിൽ കൂടെ സംസാര നിവൃത്തിയും ഈശ്വര പ്രേമവും വളർന്നാൽ അവൻ ധന്യനായി. ഭാഗ്യം കൊണ്ട് നിനക്കത് സാധിച്ചു. അതാണ് ഭഗവത് ദർശനത്തിന് നിനക്ക് തടസ്സമില്ലാതായത്. ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും ഭാഗ്യവതിയായ ശബരി ഭഗവാനുമായി സംഭാഷണം നടത്തി. അവസാനമായി ഭഗവാൻ ശബരിയോടും സീതാ വൃത്താന്തത്തെക്കുറിച്ച് ചോദിച്ചു.
സർവജ്ഞനും എല്ലാവരുടെയും എല്ലാ രൂപത്തിലുള്ള അറിവിനും സാക്ഷിയുമായ ഭഗവാനോട് താൻ എന്താണ് അറിയിക്കേണ്ടതെന്നറിയാതെ ശബരി വിഷമിച്ചു. എങ്കിലും അവസാനം ഋഷ്യമൂകാചലത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. അവിടെ ചെന്ന് സുഗ്രീവനെ കണ്ടാൽ സുഗ്രീവൻ മുഖേന എല്ലാം അറിയാനിടവരുമെന്നും പറഞ്ഞുകൊടുത്തു. അങ്ങനെ അന്ന് മുഴുവൻ ശബരിയുടെ പുണ്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞ് അവളുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനോടുകൂടി ഋഷ്യമൂകാചലത്തിലേക്ക് യാത്രയായി. ശബരി കാണിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടെ തന്നെ നേരെ തെക്കോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടെയാണ് ആരണ്യകാന്ഡം അവസാനിക്കുന്നത്. സംസാരത്തെ സാമാന്യമായാണ് ആരണ്യമെന്ന് പറഞ്ഞത്. സംസാര ധർമ്മങ്ങളുടെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഉച്ചാവസ്ഥയെയാണ് ദണ്ഡകാരണ്യമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നും ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ ആധ്യാത്മികനായ ഒരാൾ പിന്നെ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷേ അനുഭവിക്കേണ്ടിയിരിക്കുന്ന പ്രാരബ്ധങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുകയല്ലാതെ എന്തു ചെയ്യും? അയോധ്യാവാസിയായ രാമൻ കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, രാജധാനിയിലിരുന്നാൽ മതി. എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ സത്യം പരിപാലിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ആര് തന്നെ വിചാരിച്ചാലും അതിനെ തടയാൻ വയ്യ. ജന്മാന്തര പ്രാരബ്ധം തന്നെ അച്ഛൻ്റെ സത്യം. ജ്ഞാനിയോ ഭക്തനോ ആരായാലും പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണം. അപ്പോൾ ആധ്യാത്മികനായാലും പ്രാരബ്ധഭുക്തിക്ക് സംസാരത്തിലിറങ്ങുക തന്നെ വേണം. അതാണ് വനവാസത്തിൻ്റെ തന്നെ തത്വം. കാട്ടിൽ വന്ന് പല സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ ചിത്രകൂടത്തിലാണ് താമസം ഉറപ്പിച്ചത്. അവിടെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ താമസിച്ചതായിരുന്നെങ്കിൽ സീതാ വിരഹം തുടങ്ങിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ലെന്നുകൂടി കരുതണം. അയോധ്യയിൽ നിന്ന് ഇടയ്ക്കൊക്കെ ആള് വരുന്നത് ഉപദ്രവമാണെന്ന് കരുതി നിസ്സാരമായ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സർവ്വ ഉപദ്രവങ്ങളും നിറഞ്ഞ ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നത്. ഇങ്ങനെയാണല്ലോ കഥാഗതി. നിസ്സാരമായ ഏതെങ്കിലും ഒരു ദുഃഖത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഭയങ്കരങ്ങളായ അനേകം ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറാവലാണ് സംസാരത്തിലെ സ്വഭാവം. സംസാരധർമ്മത്തിൻ്റെ മൂർധന്യദശയാകുന്ന ദണ്ഡകാരണ്യത്താൽ പല ഉപദ്രവങ്ങളെയും സഹിച്ചുകൊണ്ട് കുറച്ചു കാലം കഴിച്ചു കൂട്ടിയപ്പോഴേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജടായുവും ബ്രഹ്മവിദ്യയാകുന്ന സീതയും എല്ലാം നഷ്ടപ്പെട്ടു. അധ്യാത്മ ധർമ്മനിരതനായ ഒരാൾ പ്രാരബ്ധ ഹേതുവായി സംസാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയും സംസാരഭുക്തി കൊണ്ട് തൻ്റെ ജ്ഞാന വൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും ആധ്യാത്മികത്വം തന്നെയും നഷ്ടപ്പെടേണ്ടി വന്നാലത്തെ അവസ്ഥ എത്ര ദയനീയമാണ്. ഈ അവസ്ഥയാണിവിടെ വിരഹാർത്തനായി നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ ചുറ്റി നടക്കുന്ന ശ്രീരാമചന്ദ്രനിൽ കൂടെ ചിത്രീകരിച്ച് ഉപന്യസിച്ചിരിക്കുന്നത്. ആധ്യാത്മ സാധനകളിൽ കൂടെ എന്തെല്ലാം വളർന്നുവോ എത്രത്തോളം ഉയർന്നുവോ അതെല്ലാം നഷ്ടപ്പെട്ടു. ബാലപാഠം മുതൽക്കിനി വീണ്ടും ആരംഭിക്കണം എന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പഠിച്ച് മറന്ന പാഠത്തെ രണ്ടാമതും പഠിപ്പിച്ചുറയ്ക്കുക എന്നത് ആയാസം കുറഞ്ഞ പണിയാണെന്ന് പറയാം. എങ്കിലും ആദ്യം മുതൽ പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അധ്യാത്മ സാധനയ്ക്കിറങ്ങുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നത് ഈശ്വര വിശ്വാസവും ഭക്തിയുമാണ്. അത് ജ്ഞാനം കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അന്ധമോ പ്രാകൃതമോ ആയ ഭക്തിയായാൽ കൂടെ തെറ്റില്ല. പക്ഷെ അതിന് ദൃഢതയുണ്ടാവണമെന്ന് മാത്രമേയുള്ളൂ. അങ്ങനെ ആദ്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നതും ഉണ്ടാവുന്നതുമായ പ്രാകൃത ഭക്തിയാണിവിടെ ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാം നശിച്ച ആധ്യാത്മികൻ വീണ്ടും ആദ്യം ഭക്തിയെ വളർത്തുകയാണ് വേണ്ടത്. ഭക്തി വന്നാൽ വിവേകമുണ്ടാവുകയും അവിവേകം നശിക്കുകയും ചെയ്യും എന്നിങ്ങനെയുള്ള തത്വസ്വരൂപങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആരണ്യകാന്ഡം അവസാനിപ്പിക്കുന്നത്.